അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഗോത്രവിഭാഗത്തിന്റെ സംരക്ഷണത്തിന് ഊരുണർവു പദ്ധതി. ഓഗസ്റ്റിൽ 3 ഘട്ടങ്ങളിലായി വനം വകുപ്പിന്റെ അദാലത്തുകൾ. വനം വകുപ്പും കർഷകരും ഗോത്രവിഭാഗവും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യവും സഹകരണാത്മകവുമാക്കുന്നതിനായി ഊരുണർവ് എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി. നെടുങ്കയം ഫോറസ്റ്റ് ബംഗ്ലാവിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വനത്തിനുള്ളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും കാടിനെക്കുറിച്ചുള്ള അവരുടെ പരമ്പരാഗത അറിവുകൾ വനസംരക്ഷണത്തിനും വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. പ്രളയത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നവർക്ക് ഭൂമി നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാണിയമ്പുഴയിലെ അർഹരായവർക്ക് ഉടൻ ഭൂമി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി നിലവിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായ മേഖലകളിൽ ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വനം വകുപ്പിലേക്ക് പുതുതായി നിയമിക്കുന്ന 500 അംഗ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ കായികക്ഷമതയുള്ള ആദിവാസി യുവാക്കൾക്ക് മുൻഗണന നൽകും. വനമേഖലകളിൽ ഉത്തരവാദിത്ത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക ആദിവാസി യുവാക്കളെ ഗൈഡുമാരായും ഗാർഡുമാരായും നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുന്നതിനായി ഓഗസ്റ്റ് മാസത്തിൽ 3 ഘട്ടങ്ങളിലായി വനം അദാലത്തുകൾ സംഘടിപ്പിക്കും. കർഷകർക്കുള്ള ആനുകൂല്യ വിതരണത്തിനായി കർഷക അദാലത്ത്, അനുമതികൾ വേഗത്തിലാക്കാൻ NOC അദാലത്ത്, നിസ്സാര വന കുറ്റകൃത്യങ്ങൾ കോമ്പൗണ്ട് ചെയ്ത് തീർപ്പാക്കുന്നതിനായി വന കുറ്റകൃത്യ അദാലത്ത് എന്നിവയാണ് സംഘടിപ്പിക്കുക. തടസ്സങ്ങളില്ലാത്ത NOC അപേക്ഷകൾ 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങളും ആശങ്കകളും നേരിട്ട് മനസ്സിലാക്കി നിലവിലുള്ള നിയമപരിധിക്കുള്ളിൽ വനം വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ by Shobhika Wedding. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.